യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് കന്യാകുമാരിയിലോട്ടുള്ള യാത്രയിലാണ്. എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്, മക്കൾ 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് വന്നത്. മുണ്ടൂരിൽ നിന്ന് തൃശ്ശൂർ വരെ കാറിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ കാർ ഇട്ടതിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഒരു ടിക്കറ്റിന് അധികം ചാർജ് ഒന്നും, നമ്മുടെ ബഡ്ജറ്റ് ട്രിപ്പാണ് ഇപ്പോഴത്തെ ട്രിപ്പ്. 230 രൂപ ആയിട്ടുള്ളൂ. സ്ലീപ്പർ ട്രെയിനിലാണ് വന്നിരിക്കുന്നത്. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ തിരുവനന്തപുരം വരെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കഴിഞ്ഞപ്പോൾ ട്രെയിനൊക്കെ കാലിയായി. ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴേ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടില്ലേ, മൊത്തം കാലിയാണ്. നമ്മുടെ ഇപ്പം നാഗർകോവിലെത്തി, മൊത്തം ട്രെയിൻ കാലിയാണ്. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ് പോവുക. അപ്പം ഇനി ഇവിടുന്ന് 15 കിലോമീറ്റർ കൂടി ഉള്ളൂ കന്യാകുമാരി സ്റ്റേഷൻ എത്താനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവും. അതിനുശേഷം നമ്മളിന്ന് വിചാരിച്ചിരിക്കുന്നത് സൺസെറ്റ് കാണാനും നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ കാണാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്ന് നമുക്ക് കാണാം. ഞങ്ങളപ്പോൾ കന്യാകുമാരി എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും സൺസെറ്റിന് മുമ്പ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഓഷ്യൻ ഹെറിറ്റേജ്. ഇതാണ് റിസപ്ഷൻ. നമ്മുടെ റൂം കാണാം. നമ്മള് 2 ബെഡ്, ഡബിൾ ബെഡ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 4 പേരുണ്ടല്ലോ, ഒരുമിച്ചാവാന്നുള്ളതിൽ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. സോഫയും ചെറിയ ടേബിളൊക്കെ ഉണ്ട്. ഈ ബാത്റൂമാണ്. നല്ല അത്യാവശ്യം വരുന്ന സൗകര്യം, വൃത്തിയൊക്കെ നീറ്റായിട്ടുള്ളൊരു ബാത്റൂമാണ്. പിന്നെ ഇവിടെ ചെറിയ ബാൽക്കണി ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കടല് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹോട്ടലിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ്, നമ്മളിപ്പോൾ 4th ഫ്ലോറിലാണ്. 6th ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് കാണാം. പിന്നെ ഇതിന് നമുക്ക് ഈ റൂമിനായിട്ട് നമ്മൾ 2780 രൂപയെ നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ഗോയബിബോ ആപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ വളരെ ചെറിയ ചാർജ് ആയിട്ടുള്ളൂ. കടലിലേക്ക് കുറച്ചും കൂടെ വ്യൂ കൂടുതലുള്ള ഹോട്ടലുകൾ ഇതിൻ്റെ അടുത്തായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പിന്നെ രാത്രി ഉറങ്ങാൻ മാത്രം കുറച്ച് സമയമല്ലേ സ്പെൻഡ് ചെയ്യണുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഹോട്ടൽ എടുത്തത്. ചെറിയ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്തുവല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. നമ്മളപ്പോൾ ദേവി ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. സൺസെറ്റ് ആവാനായിട്ട് ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ക്ഷേത്രത്തിനകത്ത് വീഡിയോ അലൗഡ് അല്ല. ഇതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ബീച്ച് വരുന്നത്. ഇവിടെ ഒരു കൈനോട്ടക്കാരി കുറേ നേരമായി എൻ്റെ പുറകെ നടക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒന്ന് നോക്കി കളയാം. கன்னியாகுமரி அம்மா படிதான் இந்த கை வயசு 90 வரைக்கும் 90. എൻ്റെ അമ്മയെ 90 വയസ്സ് വരെ ജീവിക്കുന്നത്. ஆனா தனிக்கிறது பெண்ணா தனிச்ச. ஆனா பிறந்தா அச்சா அப்பா வீட்டுக்கு ராஜா. കേട്ടില്ലേ? ஆனா இது யார் சொல்லு கேட்க மாட்டேன். நீ ராஜா நீ மந்திரி. ஆனா கை ஓட்ட கை பைசா வரும் போகும். நீ கட்டி ஆளு மூக்கல கோபம் உள்ளத்துல சிறையிடும். ശരിയാ. ஆயுசு கூட கை விடாது. நல்ல மனசு. அதனால கண்ணேறி திருஷ்டி நிறைய உண்டு. திருஷ்டி வெளியே திருஷ்டி பக்கத்துல திருஷ்டி நிறைய உண்டு. விசப்பாங்க சரப்பத்தோ அம்மா மகாலட்சுமியா இருக்குது நல்லா. சரி.
അപ്പോൾ അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുവിധം എല്ലാം ശരിയായിരുന്നു. പിന്നെ എന്നെ നന്നായി സുഖിപ്പിച്ച കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് നടക്കാൻ പോവാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് സൺസെറ്റ് പോയിന്റിലേക്ക്. അപ്പോൾ അങ്ങോട്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു, കാരണം സമയമുണ്ട്. ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഭാഗം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രം 3ഉം കൂടി ചേരുന്ന ത്രിവേണി സംഗമം ഈ ഭാഗത്താണ്. നമ്മൾ സൺസെറ്റ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് അസ്തമയം കാണാനായിട്ട്. ഏകദേശം ഇപ്പോൾ സമയം 6:10 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്നത് കാണാനായിട്ട്. നല്ല കാറ്റുള്ളതുകൊണ്ടേ കണ്ണിൽ പൊടി പോകാതിരിക്കാൻ കണ്ണട വെച്ച് നല്ലതായിരുന്നു. ജോലിയുടെ ഇവിടെ കണ്ണിൽ പൊടി പോയിട്ടായിരിക്കും. ഇവിടെ ഭയങ്കര കാറ്റാണ്, രക്ഷയിലിരിക്കാനായിട്ട്. നമുക്കൊക്കെ ഇങ്ങനെ പറന്ന് പോകണൊരു ഫീലാണ്. നല്ല രസമാണ്, പ്രത്യേക വൈബാണ്. എല്ലാവരും ഇത് ഈ അനുഭവം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേക രസമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞങ്ങൾ കുറേ ലേറ്റായി പോയി ഈ അസ്തമയ സമയത്ത് ഈ കാറ്റ് സ്പെഷ്യൽ ഇതായിട്ടാണ്. അപ്പം മഴയൊന്നും ഇല്ലാതെ സൂര്യാസ്തമയം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് തിരിച്ചു പോകാം. പോകുന്ന വഴിയിൽ ഈ കന്യാകുമാരിയിലെ നൈറ്റ് ഷോപ്പിംഗ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സമയം രാവിലെയായി. നമ്മൾ സൺറൈസ് കാണാനായിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ടെറസിന് മുകളിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയും നമ്മളിവിടെ നിന്ന് കണ്ടു. രാത്രി നന്നായിട്ട് ഉറങ്ങി രാവിലെ എഴുതിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിവേകാനന്ദ പാറയിൽ പോകാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8 മണിയായി. അപ്പോൾ ഫസ്റ്റ് ബോട്ട് പോകുന്ന സമയമായപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ ഈ ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ് മെയിൻ ഹോട്ടലുകൾ, സീ ഫേസ്, സീ വ്യൂ എല്ലാം അടുത്തടുത്താണ്. തൊട്ടടുത്തായിട്ടാണ് എല്ലാ ഹോട്ടലുകളും അടുത്തടുത്തായിട്ട് വരും. സ്റ്റേഷനിൽ ഏകദേശം 1 കിലോമീറ്ററാണ് നമ്മൾ താമസിച്ച ഹോട്ടലിലേക്കുള്ള ദൂരം. പിന്നെ ആ ഹോട്ടലിന് അടുത്തായിട്ട് തന്നെയാണ് ബാക്കി മെയിൻ ഹോട്ടലുകളെല്ലാം വരുന്നത്. ഇതാണ് ഗാന്ധി മണ്ഡപം. നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഈ ഗാന്ധി മണ്ഡപത്തിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഈ സമുദ്രത്തിൽ ഒഴുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരള സർക്കാരാണ് ഈ മഹാത്മാഗാന്ധി മണ്ഡപം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ രൂപം കാണാം. ചില മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ തോന്നിക്കും. വേറെ ആംഗിൾ നോക്കുമ്പോൾ മുസ്ലിം പള്ളിയുടെ തോന്നിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 79 ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഫീറ്റിലാണ് ഇത്, ഹൈറ്റിലാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗാന്ധിയുടെ ചിതാഭസ്മം വെച്ചിരുന്ന ആ സ്ഥലത്ത് മുകളിലൊരു ദ്വാരം ഇട്ടിട്ടുണ്ട് അവർ. അത് പക്ഷേ എത്ര മഴ പെയ്താലും അതിനകത്തേക്ക് വെള്ളം വരില്ല. പിന്നെ ഗാന്ധിജിയുടെ ബർത്ത്ഡേയുടെ ദിവസം ആ ദ്വാരത്തിൽ കൂടെ കറക്റ്റ് സൺലൈറ്റ് ആ സ്പോട്ടിൽ പതിച്ച് കാണുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കുന്നതിന് മുമ്പ് വെച്ചതായിട്ട് പറയപ്പെടുന്നത്. അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. കടലിലേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഭയങ്കര കാറ്റാണ്. എന്താണെന്നറിയാം, നല്ല കാറ്റാണ്. അത് കാറ്റും മൊത്തത്തിൽ എല്ലാ ആംഗിളിലേക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസം. അപ്പം ഇന്ന് സീ റഫായതിനാൽ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ട് എടുക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാക്കി സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗവൺമെൻറ് മ്യൂസിയം കന്യാകുമാരിയിലേക്കാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ഫീ അഡൾട്ട്സിന് 5 രൂപയുള്ളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യം കാണാൻ മാത്രം അതിനകത്തുണ്ട്.
പഴയ കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നേരെ നിർബന്ധമായിട്ട് എല്ലാവരും കാണാം. ചെറിയൊരു മ്യൂസിയമാണ്, അധികം സമയം വേണ്ട കാണാനായിട്ട്. കല്ലിൽ തീർത്തിട്ടുള്ള കൊത്തുപണി ചെയ്തിട്ടുള്ള കുറേ അധികം പ്രതിമകളും വർക്കുകളും എല്ലാതും ഉണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള വാക്സ് മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്സ് പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ഇത് 100 രൂപയാണ് ഇതിനേക്ക് അകത്തേക്കുള്ള എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. വാക്സ് പ്രതിമകളിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ കാണിക്കാം. 3D ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹോളാണ്. അപ്പം ഇതിൽ ഫോട്ടോസിന് നല്ല 3D എഫക്റ്റ് കിട്ടും. നമ്മൾ ഇങ്ങോട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിനകത്തേക്ക് കയറി പോകുന്നൊരു ഫീൽ ഉണ്ടാവും. അതുപോലെ ഇത് ഇതിങ്ങനെ എടുക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം തലയിലേക്ക് വീഴുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലേക്ക് എത്തിയാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിങ് നടത്താത്തതുകൊണ്ട് കുറച്ച് സമയം എക്സ്ട്രാ കിട്ടി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കോവളത്ത് വന്നു. ഇവിടെ നല്ല സീൻ നല്ല റഫാണ്, മഴയുടെ ഒരു ഇതുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഇറക്കുന്നില്ല താഴോട്ടൊന്നും. അപ്പോൾ കോവളം ബീച്ചും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ